ഹലോ ഗൈസ്, നല്ലൊരു വിശേഷമൊക്കെ. ഇന്ന് പുറത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. പുറത്തേക്ക് നല്ല പോക്കുണ്ട്. അപ്പോൾ മാഡത്തിൻ്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഖത്തർ പോസ്റ്റ് പറഞ്ഞിട്ടൊരു ഇത്, നാട്ടിലെ പോസ്റ്റ് ഓഫീസ് പോലെ തന്നെയാണ്. അപ്പോൾ അത് മേടിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് മാത്രം നോക്കിയിട്ട് ഉപയോഗിക്കണുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഒലിഞ്ഞ ചൂടാ ഉണ്ടല്ലേ, ചുട്ട് പുള്ളാണ് ഇവിടെ, നല്ല ചൂടാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ വിഷയമൊന്നുമല്ലേ, പ്രത്യേകിച്ചൊരു വിഷയമൊന്നുമല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ, ഞാനൊരു നിങ്ങൾക്ക് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊന്നും അപ്പോൾ ഞാനിപ്പോൾ 2 വർഷത്തെ ഒരു ഇതിന് കൊണ്ട് വന്നതാണ്. അപ്പോൾ പിന്നെ ഗ്യാപ്പിൽ വന്ന് വരിക, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജോലി കിട്ടിയ കൊണ്ട് പോകുന്നു. അപ്പോൾ നിൽക്കുമ്പോൾ കുറച്ച് കാലം വേണം നിൽക്കുക. അപ്പോൾ പൂർണ്ണമായിട്ടും സിനിമ ഫീൽഡ് ഒഴിവാക്കി എന്നല്ല ഞാൻ പറയണത്. അതേപോലെ നമ്മൾ പരിചയമുള്ള കുറച്ച് ആൾക്കാർക്ക് ഉണ്ട്. അപ്പോൾ കിട്ടിയാണെങ്കിൽ ഇങ്ങോട്ട് പോകാമെന്നുള്ള താല്പര്യമുണ്ട്. പിന്നെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞല്ലേ, അപ്പോൾ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്താ പറയുക, നിരന്തരമായിട്ട് എന്താ പറയുക, ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കണം. എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നം ഇപ്പോൾ ഒന്നുമില്ല. കറക്റ്റ് പ്രശ്നം പറയാനാണെങ്കിൽ നമുക്കുള്ള യൂണിവേഴ്സിറ്റിക്കുള്ള വേദനയുള്ള അഭിനയിച്ചുള്ള ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടും ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ കറക്റ്റ് കിട്ടാറില്ല. അത് അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയും പേയ്മെൻറ്റ് വന്നിട്ടില്ല, ചിലർ പറയും പടം കഴിഞ്ഞിട്ട് പാക്കപ്പ് ആയിട്ടേ തരുള്ളൂ. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചില കിട്ടാറുമില്ല. എനിക്ക് കിട്ടാറൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. ചില നല്ല മനുഷ്യന്മാരുടെ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അതല്ലാത്തവരാണെങ്കിൽ കിട്ടില്ല. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, അപ്പോൾ ഇന്നലെ 2 ദിവസം മുന്നായിട്ടൊരു പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും കൂടിയിട്ടുള്ളൊരു സ്റ്റേജിൻ്റെ പരിപാടി കണ്ടു. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അയാൾ പറയുണ്ടായി, കാരണം ജൂനിയർ ആർട്ടിസ്റ്റുകൾ അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അവർക്ക് കറക്റ്റ് പൈസ കിട്ടാറില്ല. അതുപോലെ തന്നെ അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ഞാനും ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, ആർട്ട് വർക്കായിട്ട് ഞാനും വർക്ക് ചെയ്യാൻ പോയിരുന്ന ആളാണ്. അപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് കിട്ടാറ്. അത് എന്താണ് അങ്ങനെ കാട്ടിക്കൂട്ടിന്ന് പറയില്ല. അതുപോലെ ഞങ്ങൾക്ക് കുപ്പി ഗ്ലാസ്സിൽ ചായ തരില്ല. അതുപോലെ മറ്റേ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ അതിലാണ് നമുക്ക് തരുള്ളൂ. അപ്പോൾ അതേപോലെ വസ്ത്രം മാറാൻ നല്ലൊരു ഇതില്ല. അതുപോലെ കിടക്കാൻ റൂമില്ല. ചില സമയത്തൊക്കെ ഷൂട്ടുണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പോയിക്കൊല്ലെന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ എങ്ങനെ പോവാം, അത് നിങ്ങളെങ്ങനെ പോവാം, അതുകൊണ്ട് സ്റ്റാൻഡിങ് കയറി ബസ് കിട്ടില്ല. അങ്ങനെ ഒരു വർത്തന്നെ വരും. കാരണം നമ്മളിവരെ വിളിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഈ കോർഡിനേറ്റർമാർക്ക് വേണ്ടി. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഓരോരുത്തർ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതൊന്നും ഞാൻ ഇതിൽ പറയണില്ല. അപ്പോൾ അതിനെ എല്ലാത്തിനും ഒരു സമാപനം വേണ്ടേ. അതിൻ്റെ സമാപനത്തിനായിട്ടുള്ള ഒരു സംസാരമാണ് ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ നടന്നത്. അപ്പോൾ ഞങ്ങളെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ബുദ്ധിമുട്ടായിരുന്ന ഒരു കോർഡിനേറ്റർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജൂനിയർ ശമ്പളം കിട്ടാറില്ല, ട്രാവലിക്ക് പൈസ കിട്ടാറില്ല, വർക്ക് കഴിഞ്ഞാൽ. കാരണം സ്ത്രീകളൊക്കെ ആണ്, അവരെ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും അവർക്ക് നേരെ വെളുക്കുന്നവരെ ഒരു ഹോട്ടലോ എന്തെങ്കിലുമൊക്കെ തൽക്കാലം താമസിക്കുന്നവരായിട്ട് അവർ കണ്ടെത്തി കൊടുക്കുക. അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ചെയ്യാറില്ല എന്നൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ അതിലത്തെ ആ വേദിയിലിരിക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾ കുറച്ച് ഗവൺമെൻറ് ഒരു ഉദ്യോഗസ്ഥനെ തോന്നണ്. അപ്പോൾ അയാൾ കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ അവർക്കുള്ള കാര്യങ്ങളൊക്കെ അത് എന്തായാലും എന്നും പറയണ പോലെ നമുക്ക് എന്നും കേൾക്കുന്ന പോലെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കി കൊടുക്കണം. ഈ പ്രൊഡ്യൂസർമാരോട്
പ്രൊഡ്യൂസർമാരോടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഈ എന്താ പറയുക, ജീവിതം അതിൻ്റെ പ്രൊഡ്യൂസർക്ക് ബ്ലെസ്സിൽ അവിടെ ഇരിക്കുന്നു, കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളൊരു സംസാരിക്കാൻ കിട്ടൊരു അവസരം ഇപ്പോൾ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഗ്രൂപ്പിൽ ഇങ്ങനെ കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ ഗ്രൂപ്പിൽ ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ, എത്ര ആൾ കണ്ടെന്ന് അറിയില്ല. പക്ഷെ ആരും അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചപ്പോൾ 2-3 ആൾക്കാർ വന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനെ നാസർ ഖാന്ന് പറയുക, അയാളത് കോർഡിനേറ്ററാണ്, വർക്കൊക്കെ എടുത്തിട്ട് ജൂഡോ അഡിഷണൽ കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ അയാൾ പറഞ്ഞു നമ്മളിങ്ങനെ അയാളെ ഗ്രൂപ്പിൽ ആരെങ്കിലും പരിചയമുള്ള ആരെങ്കിലും അയാളെ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് അയാൾക്ക് അദ്ദേഹത്തിന് എപ്പോഴാണ് സമയം ആ സമയം വെച്ച് നമുക്കൊരു ചെറിയൊരു മീറ്റിംഗ് നടത്താം, നമ്മളെ പ്രശ്നങ്ങളും അയാളോട് പറയാം, എന്നിട്ട് ഒരു സംഘടന ഉണ്ടാക്കുക. അത് നല്ലൊരു മനുഷ്യനായത് കൊണ്ട് സംഘടന ഉണ്ടാക്കിയിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, അയാൾ കൂടെ നമ്മൾ നിന്നിട്ട് പ്രവർത്തിക്കുക. അപ്പം അയാൾ നിശ്ചയിക്കുന്ന ഒരു ശമ്പളം ഉണ്ടല്ലോ, അത് ജൂനിയർസുകൾ ഇത്ര ഒരു മിനിമം വേതന എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതിന് കുറഞ്ഞിട്ട് ആരും പോകരുത്, അങ്ങനത്തെ ഒരു ഇത് വെക്കുക എന്നെല്ലാവരും. ഞാനും പറഞ്ഞ് മറ്റേ ഈ നാസർ ഖാൻ പറഞ്ഞ ഒരാളും പറഞ്ഞു. അപ്പം ഞാൻ എല്ലാവരും അതിന് പിന്താങ്ങി സംസാരിച്ച്, അയാളെന്നല്ല എല്ലാവരും നല്ല കുറച്ച് ആൾക്കാർ, അതിൽ ഞാനും പെടും. അപ്പോൾ അതൊക്കെ തന്നെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ചെയ്യാനുള്ളത്. മറ്റേ ഈ വീഡിയോയിൽ കറക്റ്റുള്ള കാര്യം പറയാൻ കാരണം ഇതാണ്, അല്ല വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും കറക്റ്റ് പൈസ ഉണ്ടെങ്കിൽ മാത്രം പോയില്ല, അത് വെറുതെ നമുക്ക് കലയും വേണം, നമ്മുടെ വീടിൻ്റെ അടുപ്പ് പുകയും വേണം. പുകഞ്ഞാൽ പോലെ കത്തണ്ടേ. അപ്പം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.